നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാലും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. CPA കണ്ടോ, 5 പോയിന്റുമായിട്ടാണ് വിളിക്കാൻ വന്നത്. 3 റൗണ്ട് വിളിച്ച് ഇത് കിട്ടുമോ നോക്കാൻ. ഇലക്ട്രിക് വണ്ടിയിൽ എങ്ങനെയാണ് ഫ്യൂൽ ക്യാൻ അടിക്കുന്ന അണ്ണാ? ഹൈഡ്രജനാ? ട്രാൻസ്ജെൻഡർ ആണല്ലേ ഈ വണ്ടി? അണ്ണാ ഞാനട്ടെ എന്നാ എനിക്ക് ഇത് വന്നോണ്ടാണ് ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാണ് ജീവിതത്തില്. എന്താടാ? നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാലും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. CPA കണ്ടോ, 5 പോയിന്റുമായിട്ടാണ് വിളിക്കാൻ വന്നത്. 3 റൗണ്ട് വിളിച്ച് 5 പോയിന്റ് ഇത് കിട്ടുമോ നോക്കാൻ. വെറുതെ അല്ല ഒരു കൊരങ്ങന്മാർന്ന് പേരിട്ടെ. എന്നാ 5 പോയിന്റ് വെച്ചാൽ 3 റൗണ്ട് വിളിച്ച് 5 പോയിന്റ് ചുളുവിന് അടിച്ചോണ്ട് പോകാൻ പറ്റുമെന്ന്. അത് ഇതൊരു 5 മണ്ടൊക്കെ കയറ്റി വിളിച്ചില്ല ഒരു വട്ടം പോലും. നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ആണ് ജീവിതത്തിൽ അല്ലെ നമ്മൾ എല്ലാ കാര്യത്തിലും എടുക്കേണ്ടതാണ്. ഒന്നും എല്ലാം ഉള്ളവരെ പോലെ കാണിക്കണം. എന്റെ അളിയാ സത്യം. അവൻ 5 പോയിന്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് മണി ട്രിപ്പൊക്കെ 50 പോയിന്റ് പോയത്. 5 പോയിന്റ് വെച്ച് 5 CP പിന്നെ മിണ്ടൂല. നമ്മക്ക് മര്യാദക്ക് കിട്ടിയാണ്. ആ ടോക്കിയോ ആണ് എടുത്തത് അതിന്റെ ഇടക്ക്. മറ്റേ ഷോ ഇറക്കാൻ വേണ്ടി വിളിച്ചോണ്ടാ 30 വിളിച്ചാ പോരായിരുന്നു. നമ്മുടെ തൊട്ടേ ഒരു ഡിസ്കഷൻ പോലും ഉണ്ടായില്ല. അങ്ങ് വിളിച്ചു കേട്ടോ അങ്ങനെ ഐസായിട്ട് അങ്ങ്. പേടിയാ അവർക്ക്. പേടിയാ നമ്മളെ. അന്നേ പേടിക്ക. അന്നേ അമ്മ എല്ലാരും കത്തിച്ചെടുക്കാൻ വിട്ട്, എന്നിട്ട് കൊന്നിട്ട് ഓരോ ലീഡറിനെ കത്തിച്ച് വിട്ട്. അമ്മർക്ക് ആളില്ലാത്തവൻ വന്ന് കുണയ്ക്കാനും എടുക്കാനും അറിയത്തുള്ളൂ. അമ്മമാരിപ്പോഴും പണ്ടെന്തോ നടന്ന വാറിന്റെ കണക്ക് പറഞ്ഞ അത് ഒരു വട്ടം ജയിച്ചിട്ട് കളിച്ചിട്ടില്ല. പിന്നെ അത് ഒരു വട്ടം ജയിച്ചിട്ട് പിന്നെ വാറ് കളിക്കാനേ വന്നിട്ടില്ല. സ്ത്രീക്കും വന്നറിയാം അമ്മർക്ക് കഴിവില്ലാത്തവര്. CP 5 എന്താ അവന്റെ പക്ഷെ അവൻ സൗണ്ട് ഇടറി പോലല്ലേ വിളിക്കണേ. 5 CP 5 അതാണ് കോൺഫിഡൻസ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാരും നമ്മളും അങ്ങനെ തന്നെ വിളിക്കണം. എല്ലാത്തിനും വിളിച്ചോണ്ട് പോണല്ലേ. കാലുമേ കാലൊക്കെ കയറ്റി കൂളി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണോ ഒന്ന് വിളിച്ചത്. CP 5 നമ്മള് ലോയാലിറ്റി പോയിട്ട് ഇല്ലാണ്ടായി. CP കൊറേ വിളിച്ചിന്. CP അല്ല, CP കൊറേ വിളിച്ച് KVP ആണെന്ന് തോന്നുന്നത്. പക്ഷെ ടോക്കിയോടെ ഷോ ആണ്. എനിക്ക് അത് മാത്രം അല്ലണ്ട. അത്ര അവര് ഫസ്റ്റ് കോള് വിളിച്ചെണ്ണ. ഫസ്റ്റ് കോള് വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് പക്ഷെ നമുക്ക് സാധനം കിട്ടിയെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു വിളി 30 ടോക്കിയോ. അതെ 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 അതെ. നമ്മളിങ്ങനെ TV 1 എന്ന് പറയുമ്പോ വിളിക്കും. ഇമാരെ ഓടിച്ചിട്ട് തല്ലണോടാ ഇമാരെ. ഇല്ല വരൂല. ഓടിച്ചേക്കാൻ കുറച്ച് വരൂല. വഴി തെറ്റിപ്പോയായിരിക്കേ. അല്ല ഇതൊരു നേരെ പോവാം. ഇതൊരു നേരെ പോയാ എവിടെ എത്തും? നേരെ പോയ മുതുക്കെത്തും. ഭയങ്കര ദൂരമാ. ഇല്ല അണ്ണ ബേക്കില് പോയാലും അണ്ണ ഹൈവേ അണ്ണ GTA ഹൈവേ അണ്ണ ഏറ്റവും എളുപ്പം. അണ്ണ അതുവഴി പോയ അണ്ണ ഫ്യൂവലില്ല. സ്ട്രൈറ്റ് പമ്പിലുണ്ട്. മഞ്ഞക്കളർ. ഇനി ഇലക്ട്രിക് വണ്ടിയിൽ എങ്ങനെയാണ് ഫ്യൂൽ ക്യാൻ അടിക്കുന്ന അണ്ണാ? നമ്മള് കൊറേ കാലമായി ഇതൊക്കെ കൊണ്ടു നടക്കാം. നീ വാ ചോദിച്ചിട്ടാലോ? ഇതൊക്കെ നമ്മുടെ ഓരോ ട്രിക്ക് ആയത്. ഇപ്പൊ ഞാൻ ഇല്ലാതെ അറിയാ. ഇതൊക്കെ ഓരോ ബഗ് എക്സ്പ്ലോയിറ്റിംഗ് അല്ലേ? കുറച്ച് ദിവസത്തേക്ക് ഇല്ല. ഇത് മറ്റേ ഇതില് വരുന്ന എന്താ പറയാ, മറ്റേ ഒന്നാമത്തെ വരുന്ന നമ്പറിൽ TVയില് നാപ്റ്റോളത്തെ ടെസ്ലയാ ഒന്നാമത്തെ നമ്പറിൽ വരുന്നതാ. നാപ്റ്റോൾ. ഇത് ഹൈബ്രിഡ് ആണ് ഈ കാർ. ഇത് ബാറ്ററിയിലും ഓടും ഇതിലും ഓടും. മനസ്സിലായി? ഹൈഡ്രജനാ? ഹൈബ്രിഡ് കേട്ടിട്ടില്ല നീ ഇതുവരെ? ഹൈബ്രിഡ് വണ്ടി ഹൈബ്രിഡ് ജീവിതത്തിൽ കേട്ടിട്ടില്ലടാ നീ ഇതുവരെ? ഇല്ല. ഹൈബ്രിഡ് എന്തായിനി? ഹൈബ്രിഡ് എന്ന് പറഞ്ഞാ എടാ പെട്രോളിലും ഓടും ഇതിലും ഓടും.
അങ്ങനെ ഒരു വണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. BMW ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. BMW കുറെ വണ്ടി ഉണ്ടല്ലോ. ടൊയോട്ടയുടെ വണ്ടിയുണ്ട്, BMW ഉണ്ട്, മാരുതിക്ക് ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ BMW ഒന്നും മേടിച്ചിട്ടില്ല. അല്ല ടൊയോട്ടയുടെ ഒക്കെ ഉണ്ട് ഹൈബ്രിഡ്. ടൊയോട്ട ഉണ്ട്, മാരുതി ഉണ്ട്. MRC വിളിച്ചായിരുന്നു കേട്ടാ. MRC വിളിച്ചു എന്തിന്? മാക്ക് വിളിച്ചായിരുന്നു, വിളിച്ചു നോക്കട്ടെ. ഇതിന്റെ സൺറൂഫ് തുറക്കാൻ കഴിയോ? ഇല്ല ഇല്ല ഇല്ല. എച്ച് നെക്കി പിടിക്കാൻ നോക്കാം. എച്ച് നെക്കി പിടിക്കാൻ. ഹലോ ഹലോ ആ മാക്കെ, ഞങ്ങൾ മറ്റേ ടർഫ് വിളിക്കുന്നിടത്തായിരുന്നു. അല്ലല്ല ഞാനേ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചായിരുന്നു. പക്ഷെ അത് പിന്നെ പറഞ്ഞത് സംസാരിച്ചായിരുന്നു. നമ്മളെല്ലാരും ഇന്നൊരു വേറൊരു ചെറിയ ഗ്യാങ്ങുമായിട്ടൊരു സംസാരം ഉണ്ടായി, അവരോട് സംസാരിക്കാൻ പോയായിരുന്നു. അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് വന്നും കൂടെ കാണാമെന്നുള്ള മൈൻഡ് വിളിച്ചു. അപ്പം ഷെയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ഗ്യാങ് ആയിട്ട് വന്നാൽ മതി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. എന്നാ നാളെയും കൂടെ അല്ലേ മോണിറ്ററിംഗ് പീരീഡ്? ഒരു പിടുത്തമല്ല അവസ്ഥ, എനിക്കറിയത്തില്ല. നമ്മളിപ്പോ ഇങ്ങനെ പോവാ, ഗോ വിത്ത് ദ ഫ്ലോ. അവര് പറയും നമ്മള് കേൾക്കും. എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അപ്പം നാളെ കഴിയുമ്പത്തേക്കും ഇൻഷാല്ലാ റെഡി ആയാൽ എത്താം. ടർഫ് ഓപ്ഷൻ കഴിഞ്ഞാ? ഓ ശരി ശരി ശരി. എന്താറാ കണ്ണാപ്പി അങ്ങനൊന്നും പറയല. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവന്മാരുടെ ഇപ്പൊ ഉള്ളവന്മാരുടെ ഞാൻ പറയുവാണേ, ദയവേത് ടീം ഗില്ല് ചെയ്യരുത് നീയൊക്കെ തമാശക്ക്. നമുക്ക് ലോയൽറ്റി പോയിന്റ് 28 അവിടെ വന്ന അച്ചിപ്പട്ടികളുടെ കയ്യിൽ വരെ 50 പോയിന്റ് ഉണ്ടായിരുന്നു. വാ പോലും തുറക്കാൻ പറ്റാതെ അവിടെ ഇരുന്നിട്ട് വന്ന് 28 ടർഫ് പോയിന്റ് കൊണ്ടാണ് അവിടെ ഒരു ടർഫ് പോലും കിട്ടിയില്ല. റീസെറ്റ് ആയി, എന്നാലും നമുക്ക് കുറച്ച് കുറെ പോയിന്റ് കൂടെ ഉണ്ടാവേണ്ടതാ. നമുക്കൊരു ആവറേജ് ഒരു 35 പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടർഫെങ്കിലും കിട്ടിയ ഒരു 7 പോയിന്റ് കൂടെ. ഈ 7 പോയിന്റ് ഒക്കെ ടീം ഗില്ലിൽ പോയതാണെന്ന് എനിക്ക് ഉറപ്പാ. അടുത്തവണ നമുക്കൊരു കോമ്പറ്റീറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് CP ആയിരിക്കും. എടാ വണ്ടി ഇവിടെ ഉടക്കിയടാ. അതിലേ എടുക്കാൻ കഴിയും. ഇങ്ങനെ 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 അനക്കിക്കൊണ്ടിക്ക്. എടാ മുച്ചിരി, നീയൊക്കെ മര്യാദക്ക് ആക്റ്റീവ് ആയിക്കോണം കേട്ടോ. ഗ്രൈൻഡിങ് അവേഴ്സ് ഞാൻ ഫുൾ ടൈം TDM-ലുണ്ട്. TDM-ൽ പോയിന്റ് കിട്ടോ? കിട്ടു. എന്താ കിട്ടാത്ത? ഈ വണ്ടി ഒട്ടും മൈലേജ് ഇല്ല കേട്ടോ. ഈ വണ്ടി ലോയൽറ്റി പോയിന്റ് കിട്ടോടാ. ഒരു മണിക്കൂർ ഒരു പ്ലെയറിന്റെ ഇത് വെച്ചിട്ട് മണിക്കൂർ കിട്ടും. മനസ്സിലായ? നീ പഠിപ്പിക്കല്ലേ കണ്ണാപ്പി. കാലം കുറയായി ഈ ഫീൽഡിൽ. 2 വർഷം പോലും തേച്ചായിട്ടില്ല. പോണേ 7 വർഷമായി. എടാ അത് നമുക്ക് സെറ്റ് ആക്കാം. ഇത് വന്നിട്ട് 6 കൊല്ലം പോലെ ആയിട്ടില്ലല്ലോ. തമാശക്ക് ചെയ്യുന്ന 8 വർഷമായി സാധനം വന്നിട്ട്. എന്താ 8 കൊല്ലാലോ ഇത് വന്നിട്ട്? എടാ നമുക്ക് ഒരു കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്തൊന്ന് നോക്കാം. ചാർജ് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ നോക്കട്ടെ. SMP ചാർജറല്ല മുതുകിലേ ഉള്ളൂ. SP ചാർജറല്ല നീ പറഞ്ഞാ മതിയോ? ഇല്ല ചാർജർ അല്ല, എനിക്കറിയാലോ ചാർജർ അല്ല. ചാർജർ വെച്ചേ, ഞാനല്ല ചാർജർ വെച്ചേ. ഇല്ലണ്ണ നോക്കാം. നിന്റെ അച്ഛനാണോ? ഇതെന്താ കണ്ണാപ്പി? പിന്നെ ഇതെന്താ കണ്ണാപ്പി? പറഞ്ഞോ, കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് പറയുവാ. അങ്ങ് എന്തും അറിയലെങ്കിലേ ഇങ്ങനെ ബായി ഇറക്കാൻ കഴിയല. ഇൻകോമ്പാറ്റബിൾ ഫ്യൂൽ ടൈപ്പ്. ഇലക്ട്രിക്കൽ വണ്ടിയില് അപ്പൊ പെട്രോൾ അതല്ല, ഇപ്പൊ പെട്രോൾ അടിച്ചേക്കല്ലേ. അതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അത് തീരെ ട്രാൻസ്ജെൻഡർ ആണല്ലേ ഈ വണ്ടി. ഇത് ഇലക്ട്രിക് വണ്ടിയാ, ഇതില് പെട്രോൾ ആവൂലോ. ഇത് ശരിക്കും പെട്രോൾ വണ്ടിയാ അണ്ണാ. ഇനി തൊട്ട് ഈ വണ്ടി പെട്രോൾ വണ്ടിയായി, ഇലക്ട്രിക് മാറി. അണ്ണ കേറിക്കോ. പെട്രോൾ അടിച്ചാൽ ഇനി വണ്ടി ഓടി. 2 ക്യാൻ മേടിച്ചു. വണ്ടി പെട്രോളായി. തന്നെ ഈ വണ്ടി ജാസിക്ക് പറ്റിയ. അതാരാ? ജാസിനറിയില്ല അണ്ണന്? ഏത് ജാസി? ഗർഭിണിയായ ചെക്കൻ. അടുത്ത
എടാ എന്നെ ആവശ്യമില്ലാത്തതിന് വലിച്ചിടലടാ മുച്ചെറിയ. ഇല്ല നമ്മള് ഫ്രണ്ടാ. അണ്ണാ വണ്ടി ഏൽപ്പിക്കുന്നു പറയൂ. എന്തായി? വണ്ടി ഇലക്ട്രിക് അല്ലേ നീ? ഇനി ഇലക്ട്രിക് അല്ല വണ്ടി. നിക്ക് വണ്ടി ബഗ്ഗാവും. നിക്ക് അണ്ണ നിക്ക്. ഈ സാധനം എടുത്തിട്ട് ഉള്ളിൽ വെക്ക്. ഏത് സാധനം? ഈ ബാക്കിൽ വെച്ചിട്ടല്ലേ, ഇല്ലെങ്കിൽ മറ്റേ ബഗ്ഗാവും. എടാ അതൊക്കെ എടുത്ത് വെച്ച്. ഇല്ലല്ലോ വെച്ച് പെട്രോൾ അടിച്ചാണ്. ഇല്ലല്ലേ അതെന്റെ അണ്ണ കൊരുത്തിരിക്കുന്നേ. ഞാനും എന്നോട് അണ്ണനോട് കയറ്റി വെച്ചത്. അണ്ണ ഒന്നോടെ ഒന്ന് അടിച്ചു. പെട്രോൾ കണ്ണാപ്പായിരിക്കും ബഗ്ഗ. അണ്ണൻ ഇവിടെ എടുക്കാൻ പറ്റുന്നുണ്ടാ? അണ്ണ അങ്ങനെ തന്നെ തിരിച്ചു വെച്ചേ ബഗ്ഗാവിന്. ഇല്ല, അതിനകത്ത് ഫുൾ ഇൻവാൽഡ് വാല്യൂ ഒന്നും. എന്നാ പോയി വാ. പ്രശ്നമില്ല കണ്ണാപ്പി. ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് സേവ് ചെയ്താൽ മതി. അത് അങ്ങനത്തെ സീനൊന്നുമില്ല ബഗ്. കേറ് പോവാ. അണ്ണ ഒന്ന് എച്ച് നക്കി പിടിച്ച നോക്കട്ടെ. ഇത് തുറന്ന ബഗ്ഗൊന്നുമില്ല. സ്ക്രീനിലൊന്നും വരുന്നൊന്നുമില്ല. വെച്ച് വെക്കുമ്പോ ഹെഡ്ലൈറ്റ് ഓൺ ആവും, വേറൊന്നും ഇല്ല. നെക്കി പിടിക്കണം, അപ്പൊ ഇങ്ങനെ തുറവും. ആണോ ഞെക്കി പിടിച്ചേ. വണ്ടി ഞെക്കി പിടി. ഈ പൊട്ട ഈ നെക്കിങ് ആവേല. അത് ഓർണേ. ഇല്ല എച്ചില പണ്ടരെ. എടാ ഇന്ന് എന്തോ ഒരു ഇവന്റ് ഉണ്ടാന്ന് പറഞ്ഞ് ഇന്നലെ എന്നെ വിളിച്ചായിരുന്നടാ. ബിഗ് ബോസ് ഇന്റർവ്യൂ. ഇന്നെന്തോ ഇവന്റ് ഉണ്ടെന്ന് ഞാനും പറഞ്ഞു. അത് എപ്പോഴാന്ന് എനിക്ക് ബിഗ് ബോസാ? ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ. എടാ മുച്ചിരി ഒന്ന് ഓൾച്ചാരി ചോദിച്ചേ, എക്സ്ചേഞ്ച് ചോദിച്ചേ ഒന്ന്. ബിഗ് ബോസ് ഇവന്റ് എവിടാന്ന്, ബിഗ് ബോസ് ഇന്റർവ്യൂ എവിടാന്ന് ചോദിച്ചേ. നമുക്ക് പുതിയ കാർ എടുത്ത് പോയാലോ? അതാണ് മറ്റേ ചിറകൊള്ള എടുക്കാം. കൊള്ളാല്ലേ നൈറ്റ് വണ്ടി. എത്രയും വേഗം സേവ് ചെയ്തേ. എടാ ബിഗ് ബോസിന്റെ ഇവന്റ് നടക്കുന്ന എവിടെയാണ്? ഒഡീഷൻ. അണ്ണാ ഇനി അണ്ണ നേരെ മുതുക്കുമ്പി പോയി. അണ്ണ പറഞ്ഞു മുതുക്കുമ്പി പോണ. ഫ്രീ ആയി പറ. 1200 രൂപ. 1200 അതാ വരുന്നത്. അണ്ണ മുതുക്കുമ്പിലൊന്നും പോകണ്ട. മുതുക്കുമ്പ് ഇത് വാഷ് ചെയ്യണോടാ ഇത്? വാശിയാ വണ്ടിയില്ല വണ്ടി എടുത്ത് പിക്കാൻ പോയതാ. വണ്ടിയില്ലാത്തോണ്ട് പിക്കാൻ പോയത്. എന്റെ വണ്ടി ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് കിടക്കായിരുന്നു ബഗ്ഗായിട്ട്. ഞാനൊരു കാര്യം പറയാണ്, ഇത് ഗ്യാങ് വണ്ടിയാ. ഇതിനകത്ത് പെമ്പിള്ളേരെ കയറ്റാൻ പറ്റത്തില്ല. അടുത്ത വട്ടം ഇവൻ ഈ വണ്ടിക്കകത്ത് കേറാൻ പറഞ്ഞാൽ കേറരുത്. വണ്ടി എടുത്ത് തരാം. ഈ വണ്ടി എടുത്തു. എന്റെ വണ്ടി സത്യം ഫ്രീ വണ്ടി മാത്രമുള്ള നീ കൊണ്ട് സേവ് ചെയ്യകത്ത്. നീ ബ്രേക്കപ്പ് ആയില്ലടാ. നീ വണ്ടി കൊണ്ട് ഗ്യാങ് ഹൗസിനകത്ത് കൊണ്ട് സേവ് ചെയ്തിട്ട് തിരിച്ച് നടന്നു എന്നിട്ട് ഈ വണ്ടി എടുത്തു. അവളോടൊരു വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരാൻ പറ. കള്ളൻ. ഇതൊക്കെ എന്താണ്? എനിക്ക് പെണ്ണുണ്ടായിട്ട് പോലും ഞാൻ ഇതുവരെ ഗ്യാങ് വണ്ടി. നീ ബ്രേക്കപ്പ് ആയില്ലടാ കണ്ണാപ്പി. എടാ പോയിട്ട് വരാം ഇല്ലോനെ. എടാ ഇത് വാശി എവിടെടാ കണ്ണാപ്പി? കോലീഡർ ചന്ദ്രു 4-5 പെണ്ണുങ്ങളെ ഗ്യാൻ വണ്ടി കയറ്റും. ഞാൻ കേറ്റല്ല പറയുമ്പോ എന്നോട് പറയാം നീ ആണോ കോലീഡർ? ഞാനല്ലേ? കേറ്റാറുണ്ട് പെണ്ണുങ്ങളെ. ഇസഡിനകത്തോ? ഇസഡിലല്ലേ എന്റെ ഞാൻ മാർക്ക് ചെയ്യുന്ന ഇസഡിനകത്താന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒന്നും ഇല്ല. മറ്റാർക്ക് പോണ്ടേ? ഇത് വാശി നമ്മളങ്ങനെ ഓപ്ഷനിലൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല പറ്റൂല. മറ്റാടെ പോണോ? കസ്റ്റമേഴ്സ് ഒക്കെ പോണോ? ഒരു കസ്റ്റമേഴ്സ് മാർക്ക് ചെയ്തേ. വണ്ടി ഒന്ന് കഴിയൊന്ന് കണ്ടോട്ടെ. ഞാനൊന്ന് കസ്റ്റംസ് മാർക്ക് ചെയ്യണോ? മാർക്ക് ചെയ്യ്. മാർക്കാക്കിന് 819. വണ്ടി ഇങ്ങനെ ചെളിയൊക്കെ പിടിക്കുവോ? പിടിക്കും. ഡയറക്റ്റ് ഫയൽ ഉണ്ടല്ലോ അതിന്റെ, അത് കൂടി കിടക്കുന്നുണ്ടാണ്. ഡയറക്റ്റ് ഫയൽ എന്ന് പറഞ്ഞ സാധനം അതെടുത്ത് കളയണം ഈ വണ്ടിയുടെ. ഇല്ലെങ്കിൽ അത് വീണ്ടും വന്നോണ്ടിരിക്കും. അത് ഉണ്ടാക്കിയ ആളുടെ അടുത്ത് പറഞ്ഞാൽ ഇല്ല ഞാൻ തരണ്ട. ഇതേത് വണ്ടി? ജംഗോക്ക് അടുത്ത ദിവസം വണ്ടിയെ കളയും. പിന്നെ ഡയറക്റ്റ് ഫയല് അത് സേവാക്കിയാ കഴിയണ്ട. ഇത് ഇതാക്കി സേവാക്കിയാ കഴിയും. പിന്നെ എടുക്കുമ്പോ നേരാവും. ആണോ? അന്നാ പിന്നെ ചന്ദ്രന്റെ ചോദിക്കണേ അപ്പൊ നിങ്ങളെ വണ്ടി കയറ്റതന്നെ അന്നെ തന്നക്ക് വിളിക്കും എപ്പോഴും. വഴക്ക് പറയല്ലേ? അന്നെ എപ്പോഴും തന്തക്ക് വിളിക്കണ. ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. കോലിയറല്ലേ? അങ്ങനെ നോക്കണ്ട.
ഇനി പറഞ്ഞോ, നീ തിരിച്ചു പറഞ്ഞോ. ഓ, പറയട്ടെ അത്രയല്ല അണ്ണാ. ആ ഓക്കെ ഓക്കെ. എനിക്കൂടെ പെർമിഷൻ. അവൻ അതിന്റെ 2 കുറവുണ്ട് അവന്. ആ എപ്പ എനിക്ക് തന്തക്ക് വിളിക്കൂ. ഞാൻ പിന്നെ തെറിയാന്ന് പറഞ്ഞ് പാട്ട് പാടും ഇങ്ങനെ, മറ്റേ ഇങ്ങനെ പാട്ട് പറയൂലേ എങ്ങനെ നോർമലി ഇങ്ങനെ. ഞാൻ പറയൂ ഇത് തെറിയാന്ന് പറഞ്ഞ് കുട്ടിയാ മതി. പാട്ട് ഇങ്ങനത്തെ സ്നേഹപ്പാട്ടെല്ലാം ഉണ്ടാവില്ല, റൊമാൻറ്റിക്കല്ലോ. അങ്ങനെ ഞങ്ങൾക്കൊന്നും കാണുന്നില്ല. ആ കസ്റ്റംസ് ഇതോടെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ വണ്ടി ഒന്ന് കഴിയും. സോറി ബ്രോ, അറിയാതെ വണ്ടിയാണ്. ഒന്നൊക്കെ ഫ്രീ ആയിട്ട് ഒന്ന് ആക്കിട്ട് കൊടുക്കണേ. ഫ്രീ ആയിട്ട് എന്നെ വണ്ടി. വാസന്റെ വണ്ടി അന്ന് ഫ്രീ ആയിട്ട് കഴിയാതെ. ആ ഫ്രീ ആയിട്ട്. ഇത് വാശിയിൽ നിന്ന് എവിടെയാ സെലക്ട് ചെയ്യാൻ പറ്റും? എക്സ്ട്രാസിലാണോ എന്തിലുണ്ടോ? അത് ഓറന്നാക്കി തരും, ഓറന്നാക്കി തരും. ആ ബ്രോ ഇങ്ങനത്തെ വണ്ടിയെല്ലാം ബ്രോ ഇതില് ഏതാ വാശ? എവിടെയാ കൊത്തും? പൈസ ഇറങ്ങിയാ മതി നമ്മളങ്ങ്. പൈസ മറിക്കാൻ പൈസ റാഞ്ചും. ബ്രോ ഇതൊന്ന് വാഷ് ചെയ്ത് തരുവോ? ഞാൻ കാന്താരയാ. നോക്കട്ടെ ആദ്യം ഒന്ന് കഴുകേണ്ടി. ഞാൻ ഈ വണ്ടി ഒന്ന് കണ്ടോട്ടെ. ഇതെന്താണ് അത്? എന്ത് നേർത്തുമേലാണോ അപ്പൊ ഇത്? ഇതായിരുന്നു അതന്നല്ലേ പറഞ്ഞേ മണ്ണായി. അന്ന് ഫ്രീ ആയിട്ട് ആക്കി തന്നാണ്. ഫ്രണ്ടിലത്തെ 2 അലോയ്ക്ക് എന്തോ ബഗ് ഉണ്ടോ നോക്കി? ഇല്ലല്ലോ. ഉണ്ട് അലോയിന്ന് പറഞ്ഞ 2 ഓക്കെ. അത് സ്റ്റൈലാ ടോയ് കാർ പോലെ. അലോയ് മാറ്റാൻ പറ്റുമോ നമുക്ക്? ആ ഇവിടെ മാറ്റാം. അല്ല ഇത് കസ്റ്റമല്ല മാറ്റാൻ പറ്റും. പക്ഷെ അതിന്റെ അലോയ് വേറെ ആയിരിക്കും, ശോകമായിരിക്കും. ഇതിന്റെ പൈസ കൊടുക്കണ്ടേ ഇപ്പൊ? ഞാനല്ലേ പറഞ്ഞ അനക്കടുത്ത ഫ്രണ്ട്സ് എല്ലാരും അങ്ങനെ. മോളില് ഇതാ വീ തന്നെ ഇവിടെ തന്നെ. തിരിച്ചിട്ട് വിളിക്കുന്നു കൊറേ നേരം. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തതാ. വാസണ്ണ റേഡിയോയിൽ വിളിക്കുന്നു ഗിരിശെട്ട്. അങ്ങോട്ട് വരുവാ. അതാ ബാക്കില്. സോറി ഞാൻ ഇവിടെ ചാറ്റ് നോക്കി. ആ മോളിലുള്ള അത് മജുണ്ട് പറഞ്ഞ. ആ മോളിലുള്ള അതെന്താ മോളിലുള്ളത്? ആദ്യം പോകുന്നൊരു പ്രത്യേക ഫീലായിരുന്നു.